കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹലോ എവ്രിവൺ, വെൽക്കം ടു ലേൺവൈസ് ഇഗ്നോ ഫോക്കസ് 5.0. നമ്മൾ ഇന്ന് വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UG ഇലക്ടീവ് പേപ്പർ ആയിട്ടുള്ള BGS 183യുടെ previous year question paper analysis ആണ് we are going to have in this particular video. So let's get started. BGS 183 Introduction. This guide has been designed to equip learners with a focused analytical approach to preparing for the December 2025 term and examination in BGS 183 writing and study skills. Drawing upon years of examination data and question trends, it identifies high-frequency concepts, recurring writing formats, and evolving focus areas. The objective is to help students prioritize topics strategically, sharpen writing precision, and enhance performance through data-driven insights that reflect the actual evaluative pattern of IGNOU examinations. അപ്പം നമ്മുടെ BGS 183യുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം അനലൈസ് ചെയ്തിട്ട് നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതൊക്കെ രീതിയിൽ നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യണം, ഏതൊക്കെ ഏരിയാസ് നമ്മൾ ഫോക്കസ് ചെയ്യണം, ഏതൊക്കെ ബ്ലോക്സിൽ, ഏതൊക്കെ യൂണിറ്റ്സുകളിലെ ഏതൊക്കെ ടോപ്പിക്സിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഈ വീഡിയോ ഒന്ന് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നതിന്റെ ഒരു റൂട്ട് മാപ്പ് പറഞ്ഞുതരാം. സോ ഫസ്റ്റ് നമുക്കുള്ളതാണ് സിലബസ് മാപ്പിംഗ്. അതായത് നമ്മളുടെ ഈ പേപ്പറിനെ ബ്ലോക്സുകൾ നമ്മൾ പിന്നീട് ഫെർദർ ആയിട്ട് യൂണിറ്റ്സുകൾ ഉണ്ടാക്കും. സോ വിച്ച് മീൻസ് എ കോംപ്രിഹെൻസീവ് ബ്രേക്ക് ഡൗൺ ഓഫ് കീ തീംസ് ആൻഡ് റൈറ്റിംഗ് കോമ്പീറ്റൻസസ് ഹിസ്റ്റോറിക്കലി emphasize in examinations, aligning conceptual relevance with practical application. രണ്ടാമതായിട്ടുള്ളതാണ് എക്സാം പാറ്റേൺ അനാലിസിസ്. അതായത് നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം നോക്കിയിട്ട് അതിന്റെ ഒരു സ്ട്രക്ചേഴ്സ് എങ്ങനെയാണെന്നും ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളാണ് വരുന്നത്, മാർക്ക് അലോക്കേഷനും പിന്നെ ഓരോ തവണ മാറി വരുമ്പോൾ ഉള്ള ഒരു ഷിഫ്റ്റിങ്ങിന്റെ ഫോക്കസ് ഒക്കെ നമ്മൾ നോക്കും. പിന്നെ വരുന്നതാണ് റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ. അതായത് നമ്മുടെ പ്രീവിയസ് ഇയർ നമ്മൾ നോക്കും, നമുക്ക് മനസ്സിലാകും കുറച്ച് ക്വസ്റ്റ്യൻസുകളും അല്ലെങ്കിൽ ചില ഏരിയാസിൽ നിന്ന് പർട്ടിക്കുലർ ആയിട്ട് നമുക്ക് ഈ പറയുന്ന questions repeat ചെയ്യുന്ന കാണാൻ പറ്റും. So we'll be doing a consolidated analysis of concepts, definitions and writing forms that have repeatedly appeared over the years, highlighting linguistic and compositional patterns. പിന്നെ വരുന്ന ഒരു സെക്ഷൻ ആണ് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻസ്. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം അനലൈസ് ചെയ്ത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ടുവേർഡ്സ് ലാസ്റ്റ് നമുക്കൊരു മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പർ ഉണ്ട്. അതായത് നമ്മളുടെ ഇഗ്നോയുടെ എക്സാം പാറ്റേണിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സോ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആൻസേഴ്സും സൊല്യൂഷൻസും എല്ലാം നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിൽ അതിന്റെ മോഡൽ ആൻസേഴ്സും സ്കീംസും എല്ലാം അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് 2019 തൊട്ട് 25 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതിൽ റീസൺസും ഏതൊക്കെ ഫോക്കസ് ഏരിയാസ് ഒക്കെ നോക്കിയിട്ടാണ് വി ഹാവ് പ്രിപ്പയർഡ് ദിസ് പർട്ടിക്കുലർ വീഡിയോ ആൻഡ് അപ്രോച്ച് യുവർ റിവിഷൻ നോട്ട് ആസ് റോട്ട് ലേണിംഗ് ബട്ട് ആസ് സ്ട്രാറ്റജിക് മാസ്റ്ററി. Use this guide to focus where it matters most, transforming preparation into performance with confidence and clarity. പിന്നെ നമുക്ക് വരുന്നതാണ് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ്. സോ ഇപ്പൊ നമ്മൾ ബ്ലോക്ക് 1 ഇസ് ഇംപ്രൂവിംഗ് ദ ബേസിക്സ്. അതിൽ യൂണിറ്റ് 1 ടോപ്പിക്സുകളായിട്ടുള്ള ക്രിട്ടിക്കൽ റീഡിംഗ് ആൻഡ് തിങ്കിങ് സ്ട്രാറ്റജീസ്, ക്രിട്ടിക്കൽ റീഡർ സിന്തസൈസിൽ നിന്ന് 12 തവണയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. സോ വിച്ച് മീൻസ് ഇറ്റ്സ് എ വെരി ഹൈ റെലവെന്റ് ഏരിയ ആണ്. അതേസമയം മറ്റൊരു ടോപ്പിക്കാണ് അനലിറ്റിക്കൽ വേഴ്സസ് ഇന്റർപ്രറ്റീവ് തിങ്കിങ്. ദർ ഇസ് 6 times ആണ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ആയിട്ടുള്ളത് ആൻഡ് റെലവൻസ് ലെവൽ ഇസ് മീഡിയം ആണ്. അതേസമയം നമ്മൾ യൂണിറ്റ് 2 പോവുകയാണെങ്കിൽ വൊക്കാബുലറി അഫിക്സേഷൻ, വേർഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത് 7 times ആണ് അപ്പിയറൻസ്, വിച്ച് മീൻസ് ഒരു മീഡിയം ലെവൽ റെലവൻസ് ആണ്. And unit number 3 is grammar and punctuation, tenses, conditionals, passives. 9 times ആണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. സോ വിച്ച് മീൻസ് ഒരു മീഡിയം ലെവൽ റെലവൻസ് ആണ് അവിടെ ഉള്ളത്. When we coming to block, നമ്മുടെ 2 വരാൻ ബ്ലോക്ക് 2 is writing effectively. യൂണിറ്റ് 1 process, approach and importance of writing എന്ന് 5 times ആണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, വിച്ച് മീൻസ് മീഡിയം ലെവൽ റെലവൻസ് ആണ്. അതേസമയം യൂണിറ്റ് 2 ടോപ്പിക്സുകളായിട്ടുള്ള പാരഗ്രാഫ് റൈറ്റിംഗ്, കൊഹിയറൻസ്, കൊഹീഷൻ ഡെവലപ്മെന്റും ടൈപ്സ് ഓഫ് പാരഗ്രാഫ്സ്, ഇലസ്ട്രേഷൻ, കോസ് ആൻഡ് ഇഫക്റ്റ് കമ്പാരിസൺ 14 തവണയും 10 തവണയുമാണ്. സോ വിച്ച് മീൻസ് ഹൈ ലെവൽ തന്നെയാണ് റെലവൻസ് ഉള്ളത്.
അതേസമയം യൂണിറ്റ് 3 കമ്പോസിഷൻ റൈറ്റിംഗ് സ്ട്രക്ചർ എക്സ്പോസിറ്ററി ആർഗ്യുമെന്റേറ്റീവ് എന്ന് 13 തവണയും ആൻഡ് യൂണിറ്റ് 4 ഫോംസ് ഓഫ് റൈറ്റിംഗ് ലെറ്റർ റിപ്പോർട്ട് ഇമെയിൽ 15 ടൈംസുമാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. വിച്ച് മീൻസ് അഗൈൻ ഒരു ഹൈ റെലവെന്റ് ഏരിയ തന്നെയാണ്. നമ്മൾ ബ്ലോക്ക് 3ലേക്ക് വരികയാണെങ്കിൽ നോട്ട് ടേക്കിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസിൽ യൂണിറ്റ് നമ്പർ 1 സ്റ്റഡി സ്കിൽസ് ഗാദറിംഗ് റെഫറൻസ് സ്കാനിങ് സ്കിമ്മിങ് 11 ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. വിച്ച് മീൻസ് ഒരു ഹൈ ലെവൽ റെലവൻസ് ആണുള്ളത്. ആൻഡ് യൂണിറ്റ് നമ്പർ 2 ഇസ് നോട്ട് ടേക്കിംഗ് മെത്തേഡ്സ് കോർണൽ ഹെഡിങ്സ് റിഡക്ഷൻ ഡിവൈസസ് എന്നും 10 ടൈംസും വിച്ച് അഗൈൻ ഇസ് എ ഹൈ റെലവൻറ്റ് ഏരിയ. And again from unit number 3 is diagrams and tables, flow chart, tree diagram 7 times and appearance ആയിട്ടുള്ളത്. So which means ഒരു മീഡിയം ലെവൽ റെലവൻസ് ആണുള്ളത്. ആൻഡ് യൂണിറ്റ് നമ്പർ 4 സമ്മറി റൈറ്റിംഗ് ടോപ്പിക് സെന്റൻസ് കണ്ടൻസേഷൻ 8 ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. സോ വിച്ച് മീൻസ് ഒരു മീഡിയം ലെവൽ റെലവൻസ് ആണ് അവിടെ നമുക്കുള്ളത്. സോ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞൊരു ബ്ലോക്ക് 1 2 3 നമ്മളൊന്ന് ബാഗ്രാഫ് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഫ്രം ബ്ലോക്ക് 2 ആണ്. പിന്നീട് ബ്ലോക്ക് 1 ലാസ്റ്റ് ബ്ലോക്ക് 3. നമ്മൾ ടോപ്പിക്സുകൾ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഹൈ ഈൽഡ്, മിഡ് ഈൽഡും ലോ ലെവൽ എന്ന് പറയാം. ഏറ്റവും അധികം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ടോപ്പിക്സുകളെയാണ് നമ്മൾ ഹൈ ഈൽഡ് ടോപ്പിക്സ് എന്ന് പറയാം. അത് നമുക്ക് വരുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക്സുകളാണ് പാരഗ്രാഫ് റൈറ്റിംഗ്, കൊഹീറൻസ് ആൻഡ് കൊഹീഷൻ, ഫീച്ചർഡ് എവറി സെഷൻ, വൈറ്റൽ ഫോർ ഇവാലുവേറ്റിംഗ് സ്ട്രക്ചർ ആൻഡ് ലോജിക്കൽ ഫ്ലോയും. രണ്ടാമത് വരുന്ന ടോപ്പിക്കാണ് ഫോംസ് ഓഫ് റൈറ്റിംഗ്, ലെറ്റേഴ്സ്, റിപ്പോർട്ട്സ്, ഇമെയിൽസ്. കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് 10 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് സ്റ്റഡി ആൻഡ് നോട്ട് ടേക്കിംഗ് സ്കിൽസ്, കോർണൽ മെത്തേഡ്, ഗ്യാതറിംഗ് സ്കിൽസ്. ദാറ്റ് ഇസ് ഓൾസോ നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മളിന്റെ ഒരു എക്സാമിന്റെ ഒരു പാറ്റേൺ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസുകൾ പല ടൈപ്സിലുണ്ട്. അതിൽ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഷോർട്ട് നോട്ട്സ്. ഏകദേശം നമുക്ക് 3 ഓഫ് 100 വേർഡ്സിൽ വരുന്നതാണ്. ടിപ്പിക്കൽ ഒരു മാർക്സ് ആവറേജസ് 5 മാർക്സ് ഈച്ച് ആണ്. നോർമലി ഒരു 100 ആണ് അതിന്റെ ഒരു വേർഡ് കൗണ്ട് എന്ന് പറയുക. ആൻഡ് ഹൈ ഫ്രീക്വൻസി ആണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. പിന്നെ വരുന്നതാണ് ഷോർട്ട് എസ്സേ ടൈപ്പ് എന്ന് പറയുന്നത് 1 ഓഫ് 200 വേർഡ്സിൽ നിന്നാണ്. 10 മാർക്സ് ആണ് ടിപ്പിക്കൽ മാർക്സ്. അപ്രോക്സിമേറ്റ് ഒരു വേർഡ് കൗണ്ട് എന്ന് പറയുന്നത് 180 to 220 വേർഡ്സ് ആണ്. ഫ്രീക്വൻസി ഹൈ തന്നെയാണ്. ആൻഡ് കോമ്പോസിഷൻ റൈറ്റിംഗ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഫോമാറ്റ് 7 മാർക്സ് ആണ് ടിപ്പിക്കൽ ആവറേജ് മാർക്സ്. ആൻഡ് വേർഡ് കൗണ്ട് 200 to 250 വേർഡ്സ് ആണ്. ആൻഡ് ഫ്രീക്വൻസി ലെവൽ ഹൈ തന്നെയാണ്. അതേസമയം അപ്ലൈഡ് റൈറ്റിംഗ്, ലെറ്റർ, റിപ്പോർട്ട്, ഇമെയിൽ 5 to 6 മാർക്സ് ആണ്. വേർഡ് കൗണ്ട് എന്ന് പറയുന്നത് 120 to 180 വേർഡ്സും ഫ്രീക്വൻസി ഹൈ തന്നെയാണ്. പിന്നെ റീഡിംഗ് കോംപ്രിഹെൻഷൻ ആൻഡ് സമ്മറി എന്ന് പറയുമ്പോൾ ടിപ്പിക്കൽ മാർക്സ് 7 to 10 മാർക്സ് ആണ്. അപ്രോക്സിമേറ്റ് വേർഡ് കൗണ്ട് എന്ന് പറയുന്നത് 75 to 100 വേർഡ്സ് ആണ്. ഫ്രീക്വൻസീസ് മോഡറേറ്റ് ആണ്. പിന്നെ വരുന്നതാണ് വൊക്കാബുലറി ഓർ ഗ്രാമർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ടിപ്പിക്കൽ മാർക്സ് 3 to 5 മാർക്സ്. അപ്രോക്സിമേറ്റ് വരുന്ന വേർഡ് കൗണ്ട് ഇറ്റ്സ് വേരിയബിൾ ആണ്. സോ ദ റെലവൻസ് നമുക്ക് ഇവിടെയുള്ള ഫ്രീക്വൻസി ലോ തന്നെയാണ്. അപ്പൊ നമ്മുടെ ടോപ്പ് 4 ക്വസ്റ്റ്യൻ ഫോമാറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഒന്നെന്ന് പറയുന്നത് ഷോർട്ട് നോട്ട്സ് ആണ്. അപ്പൊ അതിനെല്ലാം 5 മാർക്സ് ആണ് നോർമലി നമുക്ക് ചോദിക്കാറുള്ളത്. സോ ഒരു 5 മാർക്സ് വരുന്ന ആ ഒരു സെക്ഷനിൽ typically പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് അസസസ് കോൺസെപ്റ്റ്സ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് കീ കോൺസെപ്റ്റ്സ് ലൈക്ക് സിന്തസൈസിങ് സ്റ്റഡി സ്കിൽസ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓൾസോ 100 വേർഡ്സ് ആണ് ഇവിടുത്തെ വേർഡ് കൗണ്ട് ആയിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ മാർക്ക് എന്ന് പറയുന്നത് 10 മാർക്സ് ആണ്. അപ്പൊ ഇവിടെ നമുക്കുള്ളത് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് റിക്വയേഴ്സ് അനലിറ്റിക്കൽ ആൻഡ് സ്ട്രക്ചർഡ് റെസ്പോൺസ് ഓൺ അപ്ലൈഡ് റൈറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ്. സോ ഒരു കൊഹീറൻസും ഒരു റൈറ്റിംഗ് സ്കില്ലും ആർഗ്യുമെന്റേഷനും ഒക്കെയാണ് ബേസ് ചെയ്ത് വരും. സോ 200 വേർഡ്സ് ആണ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വേർഡ് കൗണ്ട് എന്ന് പറയാം. പിന്നെ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് കോമ്പോസിഷൻ റൈറ്റിംഗ്. അത് 7 മാർക്സ് ആണ് ചോദിക്കാറുള്ളത്. സോ ഇറ്റ് ടെസ്റ്റഡ് ഓർഗനൈസേഷണൽ സ്കിൽ ഇൻ കൺസ്ട്രക്ടിംഗ് എ യൂണിഫൈഡ് പീസ് വിത്ത് ഇൻട്രൊഡക്ഷൻ, ബോഡി ആൻഡ് കൺക്ലൂഷൻ, യൂഷ്വലി ഡിസ്ക്രിപ്റ്റീവ്, എക്സ്പോസിറ്ററി ഓർ ആർഗ്യുമെന്റേറ്റീവ് ആണ്. പിന്നെ വരുന്ന ടൈപ്പ് ആണ് അപ്ലൈഡ് റൈറ്റിംഗ്. അത് ലെറ്റർ ഓർ റിപ്പോർട്ട്. It evaluates real world communication skills and correct format usage ആണ്. 150 words ആണ് നോർമലി ഉള്ള വേർഡ് കൗണ്ട് എന്ന് പറയുക. And functional accuracy and tone carry equal weightage as the content. ഇനി നമുക്കിന്റെ ബ്ലോക്ക് വൈസ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് നോക്കാം. അപ്പൊ നമ്മുടെ ബ്ലോക്ക് ആയിട്ടുള്ള ഇംപ്രൂവിംഗ് ദ ബേസിക്സ് ചെയ്യുന്ന 12 ഒരു മാർക്സ് ആണ് ആവറേജ് വരിക. വിച്ച് മീൻസ് 24% ആണ് നമ്മുടെ ടോട്ടലിനെ വെയിറ്റ് ഷെയർ വരിക. പിന്നെ വരുന്ന മറ്റൊരു ബ്ലോക്ക് നമ്മളാണ് റൈറ്റിംഗ് ഇഫക്റ്റീവ്ലി എന്ന് പറയുന്ന ബ്ലോക്കിൽ നിന്ന് 23 ആണ് വരുന്ന ആവറേജ് ഒരു മാർക്സ് പറയുക. സോ ടോട്ടൽ ഷെയർ 46% ആണ്. പിന്നെ നമ്മുടെ ബ്ലോക്ക് 3 ആണ് നോട്ട് ടേക്കിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ്. 15 മാർക്സ് ആണ് ആവറേജ് ആൻഡ് വെയിറ്റ് ഷെയർ 30% ആണ്. ഈ ഒരു ചാർട്ടിനകത്ത് കാണിക്കുക നമ്മളുടെ ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ ഫോമാറ്റ്സുകളുടെ വെയിറ്റേജ് ആണ്. ഫ്രം 2022 ജൂൺ തൊട്ട് 25 ജൂൺ വരെയുള്ള വെയിറ്റേജ് ഡിഫറൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്.
പിന്നെ നമുക്ക് ഇതിന്റെ പാറ്റേൺ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എസ് എ ഫോമാറ്റ്സ് നമുക്ക് റീസെന്റ് വളരെയധികം ഇമ്പോർട്ടൻസും പ്രോമിനൻസും വന്ന ഒരു ഏരിയ ആണ്. ആൻഡ് മോസ്റ്റ് ഓഫൺ വി ഹാവ് ദി എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ക്രിട്ടിക്കൽ ആൻഡ് പ്രോസസ് ബേസ്ഡ് റൈറ്റിംഗ് ആണ്. പിന്നെ വരുന്നതാണ് അപ്ലൈഡ് റൈറ്റിംഗ് ടാസ്ക്. ഇവിടെ നമുക്കുള്ളത് ലെറ്റേഴ്സും റിപ്പോർട്ട്സും ആണ്. സോ ദി ഹാവ് സീൻ എ മൈൽഡ് റിഡക്ഷൻ ഇൻ വെയിറ്റ് ബട്ട് റീറ്റെയിൻ കൺസിസ്റ്റന്റ് പ്രസൻസ്. പിന്നെ വരുന്ന ടൈപ്പ് ആണ് ഷോർട്ട് നോട്ട്സ് ആർ ബീങ് ഡി എംഫസൈസ് ഇൻ ഫേവർ ഓഫ് അനലിറ്റിക്കൽ കോമ്പസിഷൻ ആൻഡ് കോംപ്രിഹെൻഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ഇഗ്നോൾ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോൾ ജോയിൻ ചെയ്തൊരു ഡിഗ്രിയോ പി ജിയോ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടുകൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, പി ജി, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക. നമുക്ക് ഇതിന്റെ ഒരു ടൈം മാനേജ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 2 hours ആണ് ഉള്ളത്, 50 marks ആണ് പേപ്പറിനുള്ളത്. സോ ഷോർട്ട് നോട്ട്സിന് നമുക്കറിയാം 5 മാർക്സുകളായിരിക്കും. 3 നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ടോട്ടൽ 15 മാർക്സ്. അങ്ങനെ 40 മിനിറ്റ്സ് നമുക്ക് അങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്ത് അലോട്ട് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ ഷോർട്ട് ടെസ്റ്റ് വരുമ്പോൾ അത് 10 മാർക്കിനാണ്. അവിടെ നമുക്ക് 25 മിനിറ്റ്സ് നമുക്ക് അലോട്ട് ചെയ്യാം. പിന്നെ വരുന്നത് കോമ്പസിഷൻ ഒരു 7 മാർക്സ് ആണ്, 20 മിനിറ്റ്സ്. ദെൻ വി ഹാവ് ഇസ് അപ്ലൈഡ് റൈറ്റിംഗ് ഇസ് ലെറ്റർ ഓർ റിപ്പോർട്ട്, അഗൈൻ 11 മാർക്സ് ആണ്. സോ ടൈം ഇസ് 30 മിനിറ്റ്സ് ആണ്. പിന്നെ വരുന്ന കോംപ്രിഹെൻഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 7 മാർക്സ് ആണ്, 25 മിനിറ്റ്സ് ആണ്. സോ ലാസ്റ്റ് വരുന്ന 10 മിനിറ്റ്സ് യു ക്യാൻ ജസ്റ്റ് റിവൈസ് ബഫർ ദി പോർഷൻ. ഇപ്പൊ നമുക്ക് ഏറ്റവും അധികം ഏതൊരു റിപ്പീറ്റ് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാകും. അങ്ങനെ നമ്മൾ റെക്കറിംഗ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. സോ അത് ഏതൊക്കെ നമ്മുടെ ബ്ലോഗ്സും എത്ര തവണ ചോദിച്ചു നമുക്ക് നോക്കാം. നമുക്ക് 7 തവണ ചോദിച്ചിട്ടുള്ള 4 ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. അതിൽ ഒന്നാണ് വാട്ട് ഇസ് എ ടോപ്പിക് സെന്റൻസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് വിച്ച് സെന്റൻസ് ഇൻ ദ പാസേജ് ഫങ്ഷൻസ് ആസ് എ ടോപ്പിക് സെന്റൻസ്. പിന്നെ വരുന്നത് സജസ്റ്റ് ആൻ അപ്രോപ്രിയേറ്റ് ടൈറ്റിൽ ഫോർ ദി പാസേജ്. പിന്നെ റൈറ്റ് എ സമ്മറി ഓഫ് ദി പാസേജ് ഇൻ അബൌട്ട് 75 വേർഡ്സ്. പിന്നെ നമുക്ക് 5 തവണ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ സിന്തസൈസിങ് ആൻഡ് ഷോ വൈ ഇറ്റ് ഇസ് എൻ ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് ഇൻ റൈറ്റിംഗ്. പിന്നെ 4 തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് സ്ട്രാറ്റജീസ് വുഡ് യു യൂസ് ടു ബി എ ക്രിട്ടിക്കൽ റീഡർ. പിന്നെ അഗൈൻ നമുക്ക് 4 തവണ ചോദിച്ച 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വൺ ഇസ് ഡിസ്ക്രൈബ് ദ കോർണൽ നോട്ട് ടേക്കിംഗ് മെത്തേഡ്. നെക്സ്റ്റ് വൺ ഇസ് ഹൗ ക്യാൻ യു ഡെവലപ്പ് എ വെൽ ഓർഗനൈസ്ഡ് കൊഹിയറന്റ് പാരഗ്രാഫും. പിന്നെ 3 തവണ ചോദിച്ച 2 ക്വസ്റ്റ്യൻസ് ആണ് വാട്ട് ആർ ദ മെയിൻ ടൈപ്സ് ഓഫ് സ്റ്റഡി സ്കിൽസ് ആൻഡ് ഹൗ ഡു ദേ ഹെൽപ്പ് ലേണേഴ്സ്. എക്സ്പ്ലെയിൻ ഹൗ യു വുഡ് റൈറ്റ് എൻ എസ്സേ യൂസിംഗ് ദ പ്രോസസ് അപ്രോച്ച്. നമുക്ക് നെക്സ്റ്റ് ഉള്ളത് ഫ്രീക്വൻസി ടേബിൾ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് അതിൽ നിന്നുള്ള മെയിൻ ഏരിയയും അതിന്റെ അപ്പിയറൻസും ആവറേജ് മാർക്സ് നമുക്ക് നോക്കാം. സോ വാട്ട് ഇസ് എ ടോപ്പിക് സെൻസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഇറ്റ്സ് ഫ്രം ദി ഏരിയ റീഡിംഗ് ആൻഡ് സമ്മറി സ്കിൽസ് ആണ്. 7 ടൈംസ് ആണ് അപ്പിയറൻസ്, ആവറേജ് മാർക്സ് 1 ആണ്. ഇതേ കണക്ക് നമുക്ക് 7 ടൈംസ് അപ്പിയറൻസ് വരുന്ന ആവറേജ് മാർക്സ് 1 വരുന്ന മറ്റു 2 ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. ദാറ്റ് ഇസ് ഐഡന്റിഫൈ ദ ടോപ്പിക് സെൻസ് ഇൻ എ പാസേജും ഗിവ് എ സൂട്ടബിൾ ആയിട്ടുള്ള പാസേജും. ഇനി നമുക്ക് 7 തവണ അപ്പിയർ ആയിട്ടുള്ള ആവറേജ് മാർക്സ് 4 വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് എ 75 വേർഡ് സമ്മറി ഓഫ് ദ പാസേജും. പിന്നെ വരുന്നതാണ് എക്സ്പ്ലെയിൻ സിന്തസൈസിങ് ആൻഡ് ഇറ്റ്സ് റോളും. ദാറ്റ് ഇസ് ഫ്രം ദി ഏരിയ തിങ്കിങ് ആൻഡ് റൈറ്റിംഗ് സ്ട്രാറ്റജീസ്. അപ്പിയറൻസ് 5 ആണ്, ആവറേജ് മാർക്സ് 7 ആണ്. പിന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സ്ട്രാറ്റജീസ് ടു ബി ക്രിട്ടിക്കൽ റീഡർ. ദാറ്റ് ഇസ് ഫ്രം ദി ഏരിയ തിങ്കിങ് ആൻഡ് റൈറ്റിംഗ് സ്ട്രാറ്റജീസ്. അപ്പിയറൻസ് 4 ആണ്, ആവറേജ് മാർക്സ് 7.5 ആണ്. നെക്സ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നതാണ് ഡിസ്ക്രൈബ് കോർണൽ നോട്ട് ടേക്കിംഗ് മെത്തേഡ്. ദാറ്റ്സ് ഫ്രം ദി ഏരിയ നോട്ട് ടേക്കിംഗ് ടെക്നീക്സ്. അത് 4 ടൈംസ് ആണ് അപ്പിയറൻസ്, ആവറേജ് മാർക്സ് 8.75 ആണ്. പിന്നെ വരുന്ന ഒരു ഫോർമാറ്റ് ആണ് ഡെവലപ്പ് എ കൊഹിയറന്റ് വെൽ ഓർഗനൈസ്ഡ് പാരഗ്രാഫ് ഫ്രം ദി ഏരിയ പാരഗ്രാഫ് ആൻഡ് കമ്പോസിഷൻ സ്കിൽസ്. ദാറ്റ്സ് 4 ടൈംസ് അപ്പിയറൻസ് വിത്ത് ആൻ ആവറേജ് മാർക്ക് ഓഫ് 5 ആണ്. പിന്നെ വരുന്നതാണ് മെയിൻ ടൈപ്സ് ഓഫ് സ്റ്റഡി സ്കിൽസ് ആൻഡ് യൂസ്ഫുൾനെസ്. That's from the topic of study skills ആണ്. And 3 ആണ് appearance and average mark is 8.3. Then the last one is essay writing through the process approach. That's from the area essay writing process. 3 തന്നെയാണ് നമ്മുടെ appearance and the average marks is for 10 marks ആണ് അവിടെ നമുക്ക് ഉള്ളത്. നമ്മുടെ ഒരു പൈ ചാർട്ടിനകത്ത് ടോപ്പ് 10 വരുന്ന റെക്കറിംഗ് ക്വസ്റ്റ്യൻസും ഓൾ ഓഫ് ദ ക്വസ്റ്റ്യൻസിന്റെയും ഒരു പൈ ചാർട്ട് ആണ് കാണിച്ചിരിക്കുന്നത്. സോ അപ്പൊ നമുക്ക് ഇനി എങ്ങനെ ഒരു എക്സാമിന് പ്രാക്ടീസ് ചെയ്യാം, എങ്ങനെ ഹൗ ക്യാൻ വി പ്രിപ്പയർ ഫോർ ദിസ് നോക്കിക്കഴിഞ്ഞാൽ യൂസ് ടൈം ഡ്രിൽസ്. കാരണം ഓരോ റെക്കറിംഗ് ക്വസ്റ്റ്യൻ ടൈപ്പിലും നമ്മൾ പ്രാക്ടീസ് അറ്റ്ലീസ്റ്റ് ട്വൈസ് ടൈം വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം. 5 മാർക്ക് ക്വസ്റ്റ്യൻസിന് നമ്മൾ 3 മിനിറ്റ്സ് പ്ലാനിങ്ങിന് ഡിവോട്ട് ചെയ്യുക, 7 മിനിറ്റ്സ് പ്രോപ്പർ ആയിട്ട് എഴുതുക. ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് 5 മിനിറ്റ്സ് പ്ലാൻ ചെയ്യുക, 12 to 30 മിനിറ്റ്സ് എഴുതുക. And build answer templates. Create flexible frameworks that you can adapt to synthesizing critical reading or study skills questions.
പിന്നെ വരുന്നതാണ് integrate reading and writing. So for the passage-based items, regularly pick new short text, then in one sitting identify the topic sentence, suggest a title, and summarize in 75 words. Again, practice at least twice time before the exam. നമുക്ക് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ടോപ്പിക്കിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് നമ്മൾ എൻറ്റയർ പേപ്പറിനകത്ത് ഏതൊക്കെ ബ്ലോക്സുകളിൽ ഏതൊക്കെ യൂണിറ്റ്സുകളിൽ ടോപ്പിക്കുകളിൽ നിന്നാണ് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളത് ആൻഡ് എത്രത്തോളമാണ് നമ്മുടെ പ്രോബിലിറ്റി പെർസെൻറ്റേജും അതിന് കാറ്റഗറൈസുമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അത് നമ്മുടെ ഏരിയ ആണ് ഫൗണ്ടേഷൻസ്. അതിൽ വരുന്ന സബ് ഏരിയ ആണ് സ്റ്റഡി സ്ട്രാറ്റജീസ് ഓവർവ്യൂ. അതിലെ ടോപ്പിക് ആയിട്ടുള്ള സ്റ്റഡി സ്കിൽസ് ടൈപ്സും പർപ്പസ് നമുക്ക് 100% ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ്, വിച്ച് മീൻസ് ഒരു ഹൈലി നമുക്ക് പ്രൊബബിൾ ഏരിയ ആണ്. പിന്നെ വരുന്ന മറ്റൊരു ടോപ്പിക് ആണ് റീഡിംഗ് ആൻഡ് സമറൈസിങ്. അതിൽ വരുന്ന സബ് ഏരിയ ആണ് സമറൈസിങ് ആൻഡ് കണ്ടൻസേഷൻ. സോ ടോപ്പിക് ആണ് ടോപ്പിക് സെന്റൻസ് ആൻഡ് ദ ടൈറ്റിൽ ആൻഡ് 75 വേർഡ് സമ്മറി ടെസ്റ്റ്. 100% ഷുവർ ആണ് ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ വരുന്നതാണ് തിങ്കിങ് സ്കിൽസ് ഫ്രം ദി ക്രിട്ടിക്കൽ ആൻഡ് അനലിറ്റിക്കൽ റീഡിംഗ് സ്ട്രാറ്റജീസ് ടു ബിക്കം ക്രിട്ടിക്കൽ റീഡർ. 57% ആണ് ഇറ്റ്സ് പ്രോബബിലിറ്റി എന്ന് പറയുക. സോ ഒരു മീഡിയം ലെവൽ കാറ്റഗറി ആണ്. അടുത്ത വരുന്നതാണ് തിങ്കിങ് സ്കിൽസ്. സോ ഹിയർ യു ആർ കമ്പയറിംഗ് സോഴ്സസ് ഇൻ റൈറ്റിംഗ് ആണ്. സോ അതിലെ ടോപ്പിക് ആണ് സിന്തസൈസിങ് ആസ് എ കീ സ്റ്റെപ്പ് ഇൻ റൈറ്റിംഗ്. പ്രോബബിലിറ്റി 43% ആണ്. സോ മീഡിയം ലെവൽ കാറ്റഗറി എന്ന് പറയാം. നെക്സ്റ്റ് വരുന്ന റൈറ്റിംഗ് സ്കിൽസിൽ എസ്സേ ടൈപ്സ് ആണ്. എക്സ്പോസിറ്ററി വേഴ്സസ് ആർഗ്യുമെന്റേറ്റീവ് പ്രോസസ് അപ്രോച്ച് 57% ആണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, വിച്ച് മീൻസ് ഒരു മീഡിയം ലെവൽ ആണ്. ദെൻ സ്റ്റഡി ടൂൾസിനകത്ത് വരുന്ന സ്ട്രക്ചേർഡ് നോട്ട് മെത്തേഡ്സ് കോർണൽ നോട്ട് ടേക്കിംഗ് മെത്തേഡ് 57% ആണ് പ്രോബബിലിറ്റി, വിച്ച് മീൻസ് ഒരു മീഡിയം ലെവൽ ആണ്. അടുത്ത് വരുന്ന റൈറ്റിംഗ് സ്കിൽസിലെ പെർസുവേഷൻ ആൻഡ് സ്കാൻസ്. അതേ ടോപ്പിക്സ് ആയിട്ടുള്ള പെർസുവേസീവ് ഓർ ആർഗ്യുമെന്റേറ്റീവ് റൈറ്റിംഗ് സ്ട്രാറ്റജീസ് 29% ആണ്, വിച്ച് മീൻസ് ഒരു ലോ പ്രോബബിലിറ്റി ഏരിയ ആണ്. നെക്സ്റ്റ് ഇസ് സ്റ്റഡി ടൂൾസിലെ വിഷ്വൽ organization, flowcharts and other diagram-based notes 29%. Vocabulary problem areas, homonyms, homophones and common confusions 29%. Vocabulary word building, affixation and related word forming devices 14% ആണ് നമ്മുടെ ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബിലിറ്റി എന്ന് പറയാം. അപ്പൊ നമ്മളിനി എന്തുകൊണ്ട് ഇത്രയും ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇസ് ഹൈ പ്രോബബിൾ, മീഡിയം, ലോ നമുക്ക് നോക്കാം. അതിൽ നമ്മുടെ ബ്ലോക്ക് 1 യു ഹാവ് ഇസ് ക്ലാസിക്കൽ അപ്രോച്ചസ് ഫ്രം യൂണിറ്റ് നമ്പർ 1 to 4. നമുക്ക് പലപ്പോഴും എക്സാംസ് നോർമലി വരുന്ന ക്വസ്റ്റ്യൻസുകളാണ്. ബിക്കോസ് ടൈലർ, ഫയൽ, വേബർ ടൈപ്പുള്ള കോ തിയറീസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വരിക. നമ്മൾ ബ്ലോക്ക് 2ലേക്ക് എടുക്കുകയാണെങ്കിൽ ബിഹേവിയറൽ ആൻഡ് സിസ്റ്റംസ് പെർസ്പെക്ടീവ്സ് അത് യൂണിറ്റ് നമ്പർ 5 to 7 സോ ബിഹേവിയറൽ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് മോഡൽസ് ടെസ്റ്റ് അനലിറ്റിക്കൽ ആൻഡ് അപ്ലൈഡ് അണ്ടർസ്റ്റാൻഡിംഗ് ദ ഡിസിഷൻ മേക്കിംഗ് അപ്രോച്ച് ഇൻ പർട്ടിക്കുലർ ബ്രിഡ്ജസ് അഡ്മിനിസ്ട്രേറ്റീവ് തിയറി വിത്ത് സൈക്കോളജി ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയർ മേക്കിംഗ് ഇറ്റ് for choice for evaluators. Then we go to the block 3 policy perspectives from the units 8 and 9. These units appear less frequently as standalone questions but often emerge as subparts within governance or reform context. The policy sciences unit shows moderate visibility due to its overlap with governance and development administration. നമ്മൾ ബ്ലോക്ക് 4ലേക്ക് നീങ്ങുകയാണെങ്കിൽ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ പെർസ്പെക്ടീവ്സ് ഫ്രം യൂണിറ്റ് നമ്പർ 10 to 13 the ecological model rigs is a long-standing favorite for discussing administrative challenges in developing context. Other social theories such as new public administration and public choice see periodic rotation depending on syllabus emphasis. പിന്നെ ബ്ലോക്ക് 5ലേക്ക് വരുന്നതിനകത്ത് contemporary approaches unit number 14 to 17. Contemporary topics like NPM and good governance maintains consistent attention due to ongoing reform discourses in administration. Meanwhile, postmodern feminist approaches, though less frequent, appear in evolving short note patterns. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഇവിടെ നോക്കാം. സോ ഇറ്റ്സ് ബാച്ചിലേഴ്സ് ഓഫ് ആർട്സ് ജനറൽ ആണ്. സോ നമുക്ക് റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ് BGS 183 ആൻഡ് ടൈം 2 hours ആണ്. മാക്സിമം മാർക്സ് 50 ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറി ആണ്. നമുക്കിവിടെ തന്നിരിക്കുന്നത് ഒരു 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഏറ്റവും നമുക്ക് ഷുവർ ഉള്ള 3 ക്വസ്റ്റ്യൻസ് എഴുതാം. ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് വി ഹാവ് ഒരു 5 മാർക്സ്. സോ വിച്ച് മീൻസ് 3 into 5 ടോട്ടൽ 15 മാർക്സ് ആണ്. 100 വേർഡ്സ് ആണ് അതിന്റെ വേർഡ് കൗണ്ട് എന്ന് പറയാം. ഇനി അടുത്ത വരുന്ന ക്വസ്റ്റ്യൻ എന്നാൽ നമുക്ക് 2 ഓപ്ഷൻ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് എഴുതാം. ഓരോ ക്വസ്റ്റ്യനും 10 മാർക്സ് ആണ് ഇവിടെ. സോ വേർഡ് കൗണ്ട് എന്ന് പറയുന്നത് 200 ആണ്. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 3ലേക്ക് വരുമ്പോൾ ക്വസ്റ്റ്യൻ നമുക്കുണ്ട്. സോ 200 to 250 വേർഡ്സ് നമ്മൾ അകത്ത് എഴുതുക. സോ 7 മാർക്സ് ആണ് ഇവിടെ ക്യാരി ചെയ്യുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഒരു ഫോർമൽ ലെറ്റർ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത് എഴുതണം. സോ നമുക്ക് ആ ക്വസ്റ്റിനകത്ത് ചോദിച്ചിരിക്കുന്ന എല്ലാ ഫോർമാറ്റ്സും ഡീറ്റെയിൽസും വെച്ചിട്ട് വേണം യു ഹാവ് ടു ഫ്രെയിം ദ ലെറ്റർ. സോ എന്റെ മാർക്സ് പറയുന്ന 5 മാർക്സ് ആണ്. ഒറ്റ ക്വസ്റ്റിനേ ഉള്ളൂ. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 5 എന്ന് പറയുമ്പോൾ യു ഹാവ് ടു ഓർഗനൈസ് 1 day ഒരു വർക്ക്ഷോപ്പ് ഓൺ സ്റ്റഡി സ്കിൽസ് മാപ്പ്. നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുക. അതിന് 6 മാർക്സ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. സോ നമുക്ക് പിന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഒരു പാസേജ്
തന്നിട്ടുണ്ട്. സോ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് തന്നിരിക്കുന്ന പാസേജ് പ്രോപ്പർ ആയിട്ട് റീഡ് ചെയ്തിട്ട് അതിന് അവസാനം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാകും. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ദ പാസേജ് നമ്മൾ ഇവിടെ ആൻസർ ചെയ്യേണ്ടതാണ്. അപ്പം വാട്ട് ഇസ് എ ടോപ്പിക് സെന്റൻസ് പറയാം, നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. പിന്നെ ഓൾസോ യു ഹാവ് ടു സജസ്റ്റ് എ ടൈറ്റിൽ. പിന്നെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന വലിയൊരു പാസേജിനെ വളരെ ഷോർട്ട് ആക്കിയിട്ടും കൺസൈസ് ആയിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു സമ്മറി അവിടെ പ്രിപ്പയർ ചെയ്യുക. ഇത്രയുമാണ് നിങ്ങളുടെ ഒരു പേപ്പറിനകത്തുള്ളത്. സോ ഐ ഹോപ്പ് ദിസ് വെരി ക്ലിയർ ടു യു. ആൻഡ് നമ്മളിപ്പം ഈ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സും സൊല്യൂഷൻസും ഡീറ്റെയിൽ ഒക്കെ നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സോ ടു ചെക്ക് ദാറ്റ് വൺ ഓൾസോ. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് വിത്ത് കമ്മിങ് അപ്പ് എക്സാം. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.